ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ ഗിഫ്റ്റൊക്കെ കുറേയൊക്കെ പൊളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കിട്ടുമ്പോഴൊക്കെ കുറേ പേര് പൊളിച്ചു നോക്കുമ്പോഴുണ്ട്. അങ്ങനെ നമ്മൾ പൊളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. വന്നാലും പിന്നെ നമ്മൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒന്ന് എല്ലാം വൃത്തിയിട്ട് പൊതിഞ്ഞ് പൊളിച്ച് നോക്കി ഒതുക്കി വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ഒന്നുമല്ല, അവിടെ പിള്ളേരുകളുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ എൻ്റെ മോള് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവള് ഇവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ പിള്ളേരുകളുണ്ട്. അവരെ ബഹളാകുമ്പോൾ നമുക്ക് ഇവിടെ എഴുന്നേക്കും ചെയ്യും. പിന്നെ നമ്മളിത് ചെയ്യണം കണ്ട അവർ വന്ന് ആ കൈയിട്ടെല്ലാം മുമ്പ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പുറത്തെല്ലാവരും ഉണ്ട്. അപ്പം ഞാനും ഇവിടെ ഉറങ്ങാൻ ഞാൻ തന്നെ ഇരുന്നിട്ട് വേഗം അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ എല്ലാവരും കൂടി ആകെ ബഹളാവും. ഞങ്ങൾ ഒരുപാട് പേര് നോക്കിയതാണ്. ഇതൊന്നും കൂടെ ഒന്ന് ശരിക്കും വെക്കണം എന്നുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. നിറച്ച് ഡ്രസ്സുകളാണ്. പിന്നെ അതായത് ഇങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, നമുക്ക് ഡ്രസ്സുകൾ ലാസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ഇത് കാണാം. ഡ്രസ്സ് തന്നെയാണ്. നമുക്ക് 2 മോതിരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിക്കണില്ല. ഇതുണ്ട്. പിന്നെ എൻ്റെ കുട്ടിയുടെ അമ്മാമ്മയുടെ വക മാമിൻ്റെ അമ്മാമ്മയുടെ വക കഴിച്ചതിനും കമ്മലുണ്ട്. അത് ഗോൾഡില്ല, അത് ഞാൻ കാണിക്കണില്ല കേട്ടോ. നമുക്ക് ഡ്രസ്സുകൾ നോക്കാം. ഇത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ഉടുപ്പാണ്. ഇത് നല്ല നെറ്റാണ്, നല്ല സോഫ്റ്റ് നെറ്റാണ്. അതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഈ ഉടുപ്പ് തന്നിരിക്കുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ വീട്ടുകാരാണ്. അതായത് പാലക്കാട് കാവശ്ശേരിയിലുള്ള വീട്ടുകാരാണ് കേട്ടോ ഈ ഉടുപ്പ് തന്നിരിക്കുന്നത്. അതിപ്പോൾ ലെങ്ത്തൊക്കെ കറക്റ്റാണ് കേട്ടോ, ഇപ്പോൾ ഇടേണ്ടതായാണ്. പിന്നെ ഈ ഒരു വൈറ്റ് ആൻഡ് പിസ്ത ഗ്രീനിൽ വരുന്നതാണ്. ഇത് സത്യത്തിൽ ആരൊക്കെ തന്നേന്ന് നമുക്കറിയില്ല. അതായത് എല്ലാവരും വാങ്ങിച്ചു വെച്ചു. അപ്പം അത് പിന്നെ അപ്പന്നെ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അറിയാം. അപ്പോൾ ഇത് നല്ല ഈ ഒരു ഗ്രീനാണ്, പിസ്ത ഗ്രീനാണ് വരുന്നത്. വൈറ്റ് ഇതേ സെയിം ഉടുപ്പ് ഞങ്ങൾ ഇവൾക്ക് ബർത്ത്ഡേക്ക് അമ്മാമ്മ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇത് അത്യാവശ്യം നീളം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെച്ച് നോക്കാം. ആൾക്കൊന്നും ഉറങ്ങുന്നില്ല. അപ്പോൾ മേത്തോരൊന്ന് വെച്ച് വെക്കണം, നടക്കുമ്പോൾ പറ്റില്ല അല്ലോ. ഇപ്പോൾ വലുതുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, ചെറുതുകളൊന്ന് ഇത് ആദ്യം ഇട്ട് കഴിക്കാൻ വേണ്ടി. അത് അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് പെട്ടിയിലാക്കി ബാക്കിലേക്ക് വെക്കാമെന്ന് വെച്ചു. ചെറുത് മുന്നിൽ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ വരുന്നത് എന്താ നോക്കാം. പിന്നെ വരുന്നത് ഒരു ഉടുപ്പാണ്. ഇതും നല്ല സോഫ്റ്റ് നെറ്റാണ്. അതുപോലെ മുകളിൽ ബനിയൻ്റെ ഇതാണ് വരുന്നത്. അതൊരു കോഫി കളറാണ് കേട്ടോ, കോഫിയുടെ കളറായിട്ട് വരുന്നത്. അങ്ങനത്തെ നല്ല രസമാണ്, നല്ല ക്യൂട്ട് ഉടുപ്പാണ് കേട്ടോ. ഇതിടാനും സുഖമാണ്. ഉള്ളിൽ അതിൻ്റെ വരുന്നത് കോട്ടനാണ്. ആ നെറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് കോട്ടനാണ്. ഇത് അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്, ഇടാൻ സുഖമാണ്. ഇങ്ങനത്തെ ഞങ്ങൾക്ക് 28-ന് കിട്ടിയിട്ടുണ്ടായിരുന്നു 2 തരം. 28-നും ഒരു അങ്ങനത്തെ ഒരു എണ്ണം ആൻറ്റി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ വൈറ്റിൽ. പിന്നെ ഒരു 90-ന് ഇതേപോലത്തെ ഒരു റോസും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ സോഫ്റ്റ് നെറ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പം നല്ല വൈറ്റ് ആ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അതും ആരാ തന്നേന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. നമുക്ക് അറിയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. പിന്നെ ഇത് വരുന്നത് ഇതാണ്. ഇതൊരു മോഡേൺ ഡ്രസ്സാണ്. ഭയങ്കര റെയിൻബോ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതെന്താ പറയുക, ഒരു ട്രൗസറും ഒരു ഇതും ടോപ്പും. ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇടേണ്ട ഒരു പ്രായമാണ് കേട്ടോ. അതിനുള്ള വലിപ്പമാണ്. ഇപ്പോൾ നടന്നു തുടങ്ങുമ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അത് കറക്റ്റ് വലിപ്പമാണ്. ആൾക്ക് ഞാൻ വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു പ്രായത്തിന് പറ്റിയതാണ്. ഇത് തന്നിരിക്കുന്നത് ആരാന്ന് നമുക്കറിയാം. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഷാമിലയാണ്. അവളാണ് ആദ്യം തന്നെ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം. നമ്മൾ അപ്പനെ പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നോക്കട്ടെ കേട്ടോ, അടുത്തത് എന്താണെന്ന്. ചില പെട്ടികളൊക്കെ നമ്മളെല്ലാം പൊളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആ കടലാസൊക്കെ കളഞ്ഞ് ഇന്നലെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പാൻറ്റാണ്. ഈ പാൻറ്റിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗ്രീനും അല്ല, ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു കളറ്.
പിന്നെ വൈറ്റ് ഒരു ഫുൾ കൈ വരുന്നൊരു ടോപ്പ്, അതിൻ്റെ മുകളിൽ കോട്ട് ഒരു വെറുതെ ഒരു വള്ളി കോട്ട് എന്നൊക്കെ പറയാം, അങ്ങനത്തെയാണ്. ഇത് ഭയങ്കര വലിപ്പമാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ബാക്കിലേക്ക് മാറ്റി വെച്ചു. കുറച്ച് വലുതായിട്ട് ഇടാം, അത് വരെ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇടാൻ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇടാൻ വേണ്ടി. വലുതുകളൊക്കെ എന്തായാലും നമ്മൾ മാറ്റി വയ്ക്കാം എന്ന് വെച്ചിട്ട് തന്നെയാണ്, എടുക്കാതെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാം. അങ്ങനെ തന്നെയായിരുന്നു 90-ന് ചെയ്തിട്ടുണ്ടായിരുന്നു. 90-ൻ്റെ ഡ്രസ്സുകൾ ഇപ്പോഴും ഇട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അവളുടെ. 90-ന് ഇതിനേയും കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു. അത് പിന്നെ അവൾ 10-20 ആൾക്ക് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ, 10-60 ആൾക്ക് നടത്തിയത് കാരണം ഇതങ്ങനെ അത്രയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറേ വണ്ടികൾ അങ്ങനത്തെയൊക്കെ കിട്ടിയല്ലോ, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് അടുത്തത്, ഇതൊരു ജെൻസ് സൂട്ട് ഫ്രോക്ക്, അതായത് ജെൻസ് സൂട്ടിൻ്റെ ഒരു ഉടുപ്പ്, അതിൻ്റെ ഉള്ളിലേക്കൊരു ബനിയൻ വരുന്നതാണ്. ഇതൊരു ബ്രൗൺ ഡാർക്ക് യെല്ലോ പോലത്തെ ഒരു ജെൻസ് സൂട്ടും അതേ കളറിൽ ലൈൻ വൈറ്റുമേ ലൈൻ വരുന്നൊരു ബനിയനാണ്. ഇതിപ്പോഴൊക്കെ ഇടേണ്ട പ്രായമാണ് കേട്ടോ. ഇപ്പോഴൊക്കെ ഇടേണ്ട കറക്റ്റ് വലുപ്പത്തിലാണ് അത് കിടക്കണത്. അത്ര ഇറക്കം വലുപ്പമൊക്കെയുള്ളൂ. ബനിയൻ കാണുമ്പോൾ ഇത്തിരി വലുപ്പം തോന്നിക്കും, പക്ഷേ ഇപ്പം ഇടേണ്ട ഒരു പ്രായത്തിന് പറ്റിയതാണ് കേട്ടോ. ഇപ്പം ഇട്ട് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാവുമായിരിക്കും. ഞാൻ അത് രണ്ട് തരമാക്കി വെക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. പിന്നത്തേന്ന് പറയുന്നത്, അപ്പോൾ ഇതൊന്നും ആരും തന്നേന്ന് അറിയില്ല. തന്നത് അറിയുന്നതെന്ന് വെച്ചാൽ ഞാൻ പേര് ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് വലിയൊരു ഉടുപ്പാണ്, അത് ആൾക്ക് നല്ല വലുതാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സ് ജെൻസൊക്കെ പോലത്തെ മോഡേൺ ഡ്രസ്സുകൾ, ഇങ്ങനത്തെ നെറ്റിൻ്റെ ഉടുപ്പിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം കുറവാണ്. എന്നാലും പിന്നെ നമ്മൾ ഇടിയിച്ച് കൊടുക്കട്ടെ എല്ലാതും. ആൾക്കാർ തരുന്നത് ഇഷ്ടം കൊണ്ട് തരുന്നതല്ലേ, നമ്മൾ ഇടിയിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് നല്ല വലുതാണ്. ഇത് തന്നിരിക്കുന്നത് വിഷ്ണുവിൻ്റെ പാപ്പൻ്റെ ഓരാണ് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡും ഒരു ഓഫ് വൈറ്റ് വരുന്നതാണ്. നല്ല കളർ കോമ്പിനേഷനാണ്, നല്ല ഉടുപ്പാണ്. പക്ഷേ ഇങ്ങനത്തെ ഇട്ട് ഒരു ചൂടെടുക്കുന്ന കാരണമാണെങ്കിൽ ഇങ്ങനത്തെ ഉടുപ്പിടാൻ ഇടിയിക്കാനും കാണാനൊക്കെ ഇഷ്ടം. ചൂടെടുത്തൊരു പിള്ളേർക്ക് അത് ഇറിറ്റേഷൻ ആവില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇടിയിക്കാത്തത്. നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടിക്കും കേട്ടോ. പിന്നത്തെ വരുന്നത് റെഡ്, ഫുൾ റെഡ് വലിയൊരു, ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഉടുപ്പാണ്. നല്ല വെയിറ്റാണ് കേട്ടോ. പൂവിൻ്റെ വെയിറ്റ് ഒന്നുമില്ല, അടിയിൽ നല്ല ഫ്രില്ലൊക്കെ ഉണ്ട്, പിന്നെ നല്ല പൊന്തിക്കുന്നതാണ്. അത് ചെറുതാണ്, അവൾക്ക് ഇപ്പോൾ ഇടേണ്ട പ്രായത്തിനുള്ളത്. ഇത് തന്നിരിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാം. ഇത് ഞങ്ങളുടെ തൊട്ടപ്പതിൽ നമ്മുടെ ക്രിസ്റ്റേച്ചില്ലേ, അവരാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷെഡിയും അതൊക്കെ വെച്ച് അവർ പെയർ ചെയ്ത് തന്നിട്ട്, അത് നല്ല ഉടുപ്പാണ്. പക്ഷേ ഇടാവോ നോക്കാം നമുക്ക്. പിന്നെ ഇവൾക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഇങ്ങനത്തെ മോഡൽ മാത്രമേ ഉള്ളൂ, എല്ലാം ഇടുന്നുണ്ട്. എനിക്ക് വലുതാവുന്നതോറും ഇഷ്ടം ഞാൻ ഓപ്പയ്ക്കൊക്കെ ഇട്ട സമയം. ഇത് നല്ല സൂപ്പർ ഡ്രസ്സാണ്. നമ്മുടെ വൈറ്റും ജീൻസിന് പിന്നെ ഒരു ബോഡിക്കോൺ പോലത്തെ ഒരു ഡ്രസ്സാണ്. അത് ഇത്തിരി വലുതാണ് കേട്ടോ. അവൾക്ക് ഇത്തിരിയും കൂടെ ഒന്ന് ഹൈറ്റൊക്കെ വെച്ചാലാണ് ഇത് ഇടാൻ പറ്റുള്ളൂ. നല്ല ഫുള്ളായിട്ട് എടുക്കണം. ശരിക്കും ഇതൊരു 3/4 ആയിട്ട് കിടക്കേണ്ടതാണ്. അപ്പോൾ ഇത്തിരിയും കൂടി ഹൈറ്റ് വെക്കണം. അപ്പോൾ അത് അടിപൊളി ഡ്രസ്സാണ്. അതും ആരാ തന്നേന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങനത്തെ ഒരു ഡ്രസ്സ്, അതെനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഡ്രസ്സാണ്. കളർ കോമ്പിനേഷൻ ഇതും. പിന്നെ ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് നെറ്റിൻ്റെ ഒരു സിമ്പിൾ ഉടുപ്പാണ്. നെറ്റിൻ്റെ ആണ്, കുഴപ്പമില്ല. ഇത് ആര് തന്നതെന്ന് എനിക്കറിയാം. ഇതും ഞങ്ങളുടെ അയൽവക്കത്തുള്ള നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളൊരു കൂട്ടരാണ്, ലീലേച്ചി വീട്ടുകാരാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല വലുപ്പമാണ്. ഇങ്ങനത്തെ നെറ്റിൻ്റെ ഉടുപ്പൊക്കെ കിട്ടിയാൽ ആകെ ഫസ്റ്റ് കാണിച്ച പച്ച മാത്രമാണ് വലുപ്പം കുറവുള്ളൂ. ഇത് നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും എടുത്ത് വയ്ക്കാം. വലുതായിട്ട് ഇടണമെങ്കിൽ ഇട്ടട്ടെ. കുറേ ഇവർ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറച്ച് സമയത്ത് പാൻറ്റുകൾ ഇടാനോ, പിന്നെ ട്രൗസർ ഇടാനോ, പിന്നെ ഉടുപ്പുകൾ ഇടാനോ. അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ പിള്ളേർ അങ്ങനെയാണ്. ഇപ്പോൾ അവർക്ക് ഒരു സമയത്ത് പാൻറ്റായിരുന്നു, ഇപ്പോൾ അവർക്ക് എന്താ പറയുക ഉടുപ്പുകൾ ഇടാനാണ് ഇഷ്ടം. പിന്നെ ഇതൊരു റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. ഒരു ട്രൗസറും ഒരു ടോപ്പും അകത്താണ്. ഇത് തന്നിരിക്കുന്നത് ആരാന്നറിയാം കേട്ടോ. ഇത് എൻ്റെ ചേച്ചി, അത് ചേച്ചിയാണ്, അതായത് എന്താ പറയുക എൻ്റെ അമ്മയുടെ മോൾ, ആൾ തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആളുടെ ഒരു ട്രൗസറാണ്, അതൊക്കെ ഉപ്പിടാൻ പറ്റിയ പ്രായമാണ്. ആ ടോപ്പ് ഇത്തിരി ലൂസായിട്ടുണ്ട്, പക്ഷെ അത് അങ്ങനത്തെ എന്താ പറയുക ബലൂൺ മോഡലാണ്. പിന്നെ കുഴപ്പമില്ല, അങ്ങനത്തെയാണ് കേട്ടോ. പിന്നെ ഒരു ഷർട്ടും ഒരു സ്കേർട്ടാണ്. ഒരു ഹാഫ് സ്കേർട്ടാണ് കേട്ടോ. ഷർട്ട് നല്ല വലുപ്പം തോന്നിയിട്ടുണ്ട്, പക്ഷേ സ്കേർട്ട് ചെറുതാണ്. കുഴപ്പമില്ല, നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഒരു വെറൈറ്റി മോഡലായിട്ട് തന്നെയാണ് ഉള്ളത്. അതും ഇപ്പം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് സ്കേർട്ട് നല്ല കറക്റ്റ് പാകമാണ്. ഷർട്ട് കാണുമ്പോൾ ഇത്തിരി വലിപ്പം തോന്നിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ഇപ്പം ഇടിക്കണോ പിന്നെ ഇടിക്കണോ. എന്നാലും പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവുപോലെ എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടിക്കാം. നമുക്ക് പിന്നെ പോകാനും ഇടാനും ഒക്കെ ഒരു സന്ദർഭങ്ങൾ വേണമല്ലോ.
പുറത്തൊക്കെ ഇടിയിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെന്താ പിന്നെന്താ നോക്കാം. ഇനി വരുന്നതും ഒരു ഉടുപ്പാണ്, നെറ്റിൻ്റെ ഉടുപ്പാണ് കേട്ടോ. അതൊരു ചന്ദന കളറ് അങ്ങനത്തെ ഒരു കളറെന്ന് പറയാം, ക്രീം എന്നൊക്കെ പറയുന്ന ഒരു കളറ്. ഇതാരെ തന്നതെന്ന് നമുക്കറിയാം. ഇതും ഞങ്ങളുടെ അയൽവക്കത്തുള്ള സീനേച്ചിരവർ തന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളുടുപ്പാണ്. പക്ഷേ ഇത് ഇത്തിരിയും കൂടി അവൾ ഹൈറ്റ് വെച്ചിട്ട് ഇടുന്നതായിരിക്കും ഭംഗി. ഇപ്പോൾ ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ ഇത്തിരി കൂടി ഹൈറ്റ് വെച്ചൊരു മുക്കാലിൽ, ഇങ്ങനത്തെ ഉടുപ്പുകൾ ഒരു മുക്കാലിൽ ഇടുന്നതായിരിക്കും ഭംഗി ഉണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഉടുപ്പ് അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത കാരണം ഞാൻ കുറച്ച് നീളത്തിൽ തയ്ച്ചതാണ്. ഇനി വലുതാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി തയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആണ് അത്, അങ്ങനെ തയ്ച്ചതാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റായിട്ടാണ്, പിന്നെ ഇല്ല ലാസ്റ്റത്താണ്. ഇതും ഭയങ്കര ഹെവി ആയിട്ടുള്ള യെല്ലോ ഉടുപ്പാണ് കേട്ടോ. ഭയങ്കര വർക്ക്, ധാര തന്നേന്ന് അറിയില്ല, നല്ല വർക്കുള്ള നല്ല യെല്ലോ ഉടുപ്പാണ്. ധാര തന്നേന്ന് സത്യത്തിൽ അറിയില്ല, അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ കേട്ടോ. അതിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു, പെട്ടിയിൽ കയറാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ മടക്കി പിന്നെ കവറിലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഡ്രസ്സും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് കേട്ടോ. അവർക്ക് ബർത്ത്ഡേയുടെ ഒന്നും വരാൻ പറ്റിയില്ല, അപ്പം നമുക്ക് പിന്നെ കൊണ്ടുവന്നതാണ്. അപ്പം പിന്നെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നത് മാത്രം. ഒരു ടോപ്പും ഒരു പലാസോ പാൻറ്റും അങ്ങനത്തെ ഒരു സെറ്റാണ്, കുഴപ്പമില്ല. അതും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇപ്പം ഡ്രസ്സുകൾ ഇത്രയും വരുന്നത്. ഇനി കുറച്ച് നമ്മുടെ ടോയ്സുകളാണ് കേട്ടോ, അത് കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കും, നമ്മുടെ കറണ്ട് പോയി. അപ്പോൾ ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം, അതെന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒരു ബൊമ്മയാണ് കേട്ടോ ഇത്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി അവർ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ബൊമ്മ. പിന്നെ ഇത് ഇങ്ങനെ ഒരു ബൊമ്മയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇത് എൻ്റെ അമ്മായിയുടെ മോൾ അവർ കൊണ്ടുവന്നതാണ്. പ്ലസ് അമ്മ ജോലിക്ക് പോകുന്നത്, എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത് അവിടെയും കൂടെ, അങ്ങനെ 2 ഇതിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ കിട്ടിയൊരു ബൊമ്മ. ഈ കിട്ടിയിരിക്കുന്നത് ഈ കസാരയാണ്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്, എൻ്റെ അമ്മ ചേട്ടനും കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ എന്തായാലും കൊണ്ടു കൊടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നൊരു കസാരയാണ്. പിന്നെ ഈ ഒരു കുതിരയാണ്, ഇതും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കുതിര ഇങ്ങനെ ഇങ്ങനെ ആടണ ഒരു കുതിരയല്ല, ഇത് കഴുതിയെന്നുണ്ട് ആ സാധനം, കഴുത ജിറാഫ് എന്താ കേട്ടോ. ഇതും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് ഈ ഊഞ്ഞാലാണ്. ഇത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തെ ചേച്ചി കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഊഞ്ഞാൽ. ഇതും ഒരു ഊഞ്ഞാൽ തന്നെയാണ്. ഇത് എൻ്റെ വിഷ്ണുവിൻ്റെ ചേച്ചി കൊണ്ടുവന്നതാണ്. ഇതേ സെയിം ഊഞ്ഞാൽ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഒരു വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറയാൻ ഇതാരോ ഇത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ് ഈ ഒരു വണ്ടി. ഈ ഒരു സൈക്കിളും പിന്നെ നേരത്തെ ചേച്ചിയുടെ കാണിച്ചു തന്നില്ലേ ഈ ഊഞ്ഞാൽ, ഇതേ സെയിം ഒരു ഊഞ്ഞാലും കൂടെ കിട്ടിയിട്ടുണ്ട്. 2 ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു വണ്ടി, ഇതും എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു വണ്ടി. ഇത് മറ്റേ ഇങ്ങനെ അങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ പോവില്ലേ, ആ ഒരു വണ്ടിയാണ്. പിന്നെ ഇതാണ് ഒരു ഊഞ്ഞാൽ, നമുക്ക് നേരത്തെ കിട്ടിയതിൻ്റെ സെയിം തന്നെ ഒരു ഊഞ്ഞാലാണ് കേട്ടത്, അതേ മോഡൽ. ഇത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. അപ്പം മൊത്തത്തിൽ നമുക്കൊരു 3 ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ തന്നെ സ്പോഞ്ച് പോലത്തെ അങ്ങനത്തെ 2 പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഊഞ്ഞാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാണ് വോക്കർ. ഇത് നമുക്ക് ഓൾറെഡി നമ്മളൊരു വോക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേക്ക് ഒരു വോക്കറും കൂടി കിട്ടി. ഇത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് തന്നെയാണ്. കണ്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയിട്ട് ഒരു പിന്നെ എന്തെങ്കിലും ഇനി മിസ്സായിട്ടുണ്ടോയെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ട്, അതായത് നമ്മളിവിടെ വാങ്ങിച്ചു വെച്ചെങ്കിലും എല്ലാം ഇന്നലെ തന്നെ കുറേയൊക്കെ പിള്ളേരുള്ള കാരണം അവരെടുത്ത് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇനി പോയിട്ടുണ്ടോ, മിസ്സിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ 2 മോതിരം അങ്ങനെ ഗോൾഡായിട്ടും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഇത് ഡ്രസ്സുകളായാലും എനിക്ക് എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ഡ്രസ്സുകളിലും വലുത് മിസ്സിങ് ആയിട്ടുണ്ടോ, ഞാൻ ഇട്ട് കൊടുത്തോ, അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ ഉണ്ട്, അത് പിന്നെ ഞാൻ ഇന്നലെ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അന്നത് കൊണ്ട്, അത് ഞാൻ തിരുമ്പിട്ടിരിക്കാം. അപ്പം അങ്ങനെ
ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് മുന്നേ എന്തായാലും ആഡ് ചെയ്തിട്ട് ഇടാം. പിന്നെന്താ, അപ്പോൾ വീഡിയോ ചിലപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഞാൻ വേഗം എടുത്ത് വെച്ചതാണ്, കയ്യോടെ തന്നെ വീഡിയോ എടുത്ത് വെച്ചതാണ്. എന്നിട്ട് വേണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് നേരമാവും, എന്നാലും അതിന് മുന്നേ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബൈ.